കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും പടിപടിയായി ഉയർന്ന് സമ്പന്നനായ ഒരാളിനോട് ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടല്ലേ നിങ്ങൾ ഇത്ര സമ്പന്നനായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഇത്ര സമ്പന്നനായത്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഭാഗ്യം കടന്നു പോകും. അത് നമുക്ക് ചാടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ആ ഭാഗ്യദേവത നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ആ അറിവ് എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ആ ഭാഗ്യത്തെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചാടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നിരന്തരമായി ചാടിയത് കൊണ്ടാണ് എനിക്ക് സമ്പന്നനാവാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും മറ്റുള്ളവർക്ക് ലോട്ടറിയിൽ 1-ാം സമ്മാനം കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങുമ്പോഴോ, പുതിയൊരു കാറ് വാങ്ങുമ്പോഴോ, അല്ലെങ്കിൽ ജോലി കിട്ടുമ്പോഴോ ഒക്കെ നമ്മൾ പറയാറുണ്ട്, അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് അവന് കിട്ടിയത്, എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് എനിക്കത് കിട്ടിയില്ല. നമ്മൾ പലപ്പോഴും ഭാഗ്യം എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഒരു ഘടകം അടങ്ങിയിരിക്കുന്നു. ലോട്ടറിയിൽ 1-ാം സമ്മാനം നേടുന്ന ഒരാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 വർഷമായി അല്ലെങ്കിൽ 15 വർഷമായി നിരന്തരമായി ടിക്കറ്റ് എടുക്കുന്ന ഒരാളായിരിക്കും. നിരന്തരമായി ആ ഭാഗ്യം അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടാണ് ആ ഒരു 1-ാം സമ്മാനം നേടുന്നത്. അതൊന്നും മറ്റുള്ളവർ കാണുന്നില്ല. ഒരാൾ ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടുന്നത് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ്. ഉറക്കമൊഴിച്ചിലുകളിലൂടെയും നിരന്തരമായ പഠനത്തിലൂടെയും അവസരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലൂടെയും ഒക്കെയാണ് ആ അവസരം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ വീട് വെക്കുന്ന കാര്യമാണെങ്കിലും വാഹനം വാങ്ങുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളത് റിസൾട്ട് കാണുമ്പോൾ മാത്രമാണ് നമ്മളത് അറിയുന്നത്. അതിനുവേണ്ടി അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പരിശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറില്ല. യഥാർത്ഥത്തിൽ ഭാഗ്യം സംഭവിക്കുന്നത് നമ്മുടെ നിരന്തരമായ പരിശ്രമം അവസരവും ഒരുമിച്ച് ചേരുമ്പോഴാണ്. പരിശ്രമമില്ലാതെ അവസരത്തെ നമുക്കൊരിക്കലും തേടിപ്പിടിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടുന്ന അവസരങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ നിരന്തരമായിട്ടുള്ള പരിശ്രമം അത്യാവശ്യമാണ്. അപ്പോൾ പരിശ്രമവും ആ ഒരു അവസരവും ഒരുമിച്ച് കൂടുമ്പോഴാണ് നമുക്ക് ഭാഗ്യം നമ്മളെ അനുഗ്രഹിക്കുന്നത്. എന്താണ് നിങ്ങൾ ഭാഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മറുപടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.